മിഴിയുരുകും തിരിയുമായി മൊഴിയുതിരും വഴിയിലായി, മിഴിയുരുകും തിരിയുമായി മൊഴിയുതിരും വഴിയിലായി. യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ 71ാമത് ഓർമ്മ തിരുനാളിനായി നാം ഒരുങ്ങുകയാണല്ലോ. അഭിമന്യ പിതാവിൻ്റെ ജീവിത ദർശനങ്ങളെ ആഴത്തിൽ ഉൾക്കൊള്ളുവാനും നമ്മുടെ നോമ്പും നമസ്കാരവും പ്രാർത്ഥനയും പദയാത്രകളും മറ്റെല്ലാ ഭക്താഭ്യാസങ്ങളും നമുക്ക് കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമാധാനകാംക്ഷിയായ മാർ ഇവാനിയോസ് എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. തൻ്റെ ജീവിതത്തിലുടനീളം ഒരു സമാധാന ദൂതനായി നിന്ന് അതിനുവേണ്ടി യത്നിച്ച സമാധാനപ്രിയനായിരുന്നു ധന്യനായ മാർ ഇവാനിയോസ് തിരുമേനി. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധികളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും ഒറ്റപ്പെടുത്തലുകളിലും ഇടത്തും വലത്തും നിന്നവർ ഉപേക്ഷിച്ചു പോയപ്പോഴും ഒന്നും പതറാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചും ആരെയും പഴിക്കാതെയും സമാധാനത്തിന് വേണ്ടി നിലനിന്ന ഒരു സമാധാനകാംക്ഷിയായിരുന്നു മാർ ഇവാനിയോസ് തിരുമേനി. മലങ്കര സഭയുടെ വിശുദ്ധ കുർബാനയിൽ ഹൂസോയോ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ എന്ന്. നാം ഓരോരുത്തരും സമാധാനം ആഗ്രഹിക്കുന്നവരാണോ എന്നത് വളരെ പ്രധാനമായ ചോദ്യമാണ്. ഒരാൾ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. കുറഞ്ഞ പക്ഷം സമാധാന അന്തരീക്ഷം തകർക്കുന്ന പെരുമാറ്റമോ സംസാരമോ സമീപനങ്ങളോ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ ജാഗ്രത കാണിക്കുകയും ചെയ്യും. ഈ ജാഗ്രത മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട വിഷയം. ബഥനി ഒരു സ്വതന്ത്ര സഭയായി സ്ഥാപിച്ചതിൻ്റെ പിന്നിലെ ചിന്തയും മറ്റൊന്നായിരുന്നില്ല. കക്ഷി വഴക്കുകളിലും കോടതി വ്യവഹാരങ്ങളിലും ഒരു തരത്തിലും ബഥനി പ്രസ്ഥാനം ഉൾപ്പെടാതിരിക്കാൻ അതിൻ്റെ ആരംഭം മുതലേ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നത് അതിൻ്റെ തെളിവാണ്. മാത്രമല്ല, വ്യക്തിപരമായി തന്നെ കേസിൽപ്പെടുത്തിയപ്പോൾ പോലും നേർക്കുനേരെയുള്ള ഒരു കൺഫ്രണ്ടേഷൻ ഒഴിവാക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പെരുന്നാട് മുണ്ടൻമലയിലെ തൻ്റെ ആശ്രമവും സ്ഥലവും വിട്ടുപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നപ്പോഴും താൻ സ്ഥാപിച്ച പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ അവകാശ തർക്കങ്ങൾ ഉണ്ടായപ്പോഴും പുനരൈക്യ ശ്രമങ്ങളുടെ പേരിൽ എതിർപ്പുകളും ദുഷ്പ്രചരണങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നപ്പോഴും അചഞ്ചലനായി നിന്ന് സധൈര്യം അവയെ നേരിട്ടപ്പോഴും സമാധാനകാംക്ഷി എന്ന തൻ്റെ നിലപാടും സമീപനവും അദ്ദേഹം എന്നും കാത്തു സൂക്ഷിച്ചു. തിരുവനന്തപുരത്തെ ഭരണാധികാരിയായ സർ സി പിയോട് പോലും നേരിട്ട് അഭിപ്രായ വ്യത്യാസം അറിയിക്കേണ്ടി വന്നപ്പോഴും ശക്തിയിലും വികാര വിക്ഷോഭത്തിലുമല്ല ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി ആശ്രയിച്ചത്. നേരെ മറിച്ച് ദൈവത്തിലും ദൈവത്തിൻ്റെ ദാനമായ ചിന്താവൈഭവത്തിലും ബുദ്ധിയിലുമായിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ബുദ്ധിപരമായി കണ്ടെത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഒരു ഏറ്റുമുട്ടലിൽ നിന്നും എപ്പോഴും അദ്ദേഹത്തെ സൂക്ഷിച്ചു. അതോടൊപ്പം ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ പോലെ നേതാക്കന്മാരോട് ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന മലയിലെ പ്രസംഗം മാർ ഇവാനിയോസ് തിരുമേനി തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി എന്ന് തന്നെ പറയാം. മലങ്കരയിൽ ശാശ്വത സമാധാനത്തിൻ്റെ കേദാരമായി പുനരൈക്യ പ്രസ്ഥാനം മാറിയത് ദൈവീക പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന്
കാലം തെളിയിച്ചു. എൻ്റെ നിമിത്തം മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ സകല ദുഷ്കാര്യങ്ങളും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിൻ എന്ന കർത്താവേശു മിശിഹായുടെ ഉപദേശം മറിവാനിയോസ് തിരുമേനി തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. യേശു തൻ്റെ മലയിലെ പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്ത ഈ സന്തോഷവും ഈ സമാധാനവും ആനന്ദവുമാണ് ഇന്ന് ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ പിതാവ് അനുഭവിക്കുന്നത്, ആ പിതാവിൻ്റെ മക്കളായ നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. സകല ദുഷ്പ്രചരണങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കളിയാക്കലുകളും അതിജീവിച്ച് ഇന്ന് ഒരു സ്വയം ഭരണാധികാരമുള്ള സഭയായി നാം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ സഭ എന്ന നിലയിൽ നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ബഥനി മറിവാനിയോസ് തിരുമേനിയോടൊപ്പം വിശ്വസ്തതാപൂർവം നിലകൊണ്ടു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഈ സഭയും ഈ സന്യാസ സമൂഹങ്ങളും ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം ഈ സമാധാനത്തിൻ്റെ ഫലമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രസിദ്ധമായ പ്രാർത്ഥന നമുക്കറിയാം. നാഥാ നിൻ ശാന്തിയെ ലോകം ദർശിക്കുവാൻ എൻ കൊച്ചു ജീവിതം ഹേതുവായി തീരട്ടെ. വിദ്വേഷഹൃത്തിൽ സ്നേഹം വിതയ്ക്കാനും തെറ്റ് ചെയ്യുന്നവർക്ക് മാപ്പ് നൽകാനും സംശയഗ്രസ്തരെ നേരെ നയിക്കാനും ദൂതനായി എന്നെ അയക്കണമേ എന്ന് അസീസിയുടെ വിശുദ്ധ ഫ്രാൻസിസിനൊപ്പം മറിവാനിയോസ് തിരുമേനിയും തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വചനത്തിൽ കർത്താവേശു മിശിഹ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വചനം നമുക്കറിയാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവ് നൽകുന്ന ഈ അടിസ്ഥാന സമാധാനം അതിൻ്റെ പൂർണ്ണതയിലും ആഴത്തിലും അനുഭവിച്ച വ്യക്തിയായിരുന്നു ധന്യനായ മറിവാനിയോസ് തിരുമേനി. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വചനങ്ങളിൽ യേശു കടലിനെ ശാന്തമാക്കുന്ന സംഭവം നാം വായിക്കുന്നുണ്ട്. വേദപണ്ഡിതന്മാർ 3 തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ സംഭവത്തിന് കൊടുക്കുന്നത്. സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നാം ഇപ്പോൾ പോകുന്നില്ല, വ്യാഖ്യാനങ്ങളിലേക്ക് മാത്രം സൂചന നൽകാം. ഒന്നാമത്, യേശു കാറ്റും കോളും ഉണ്ടായപ്പോൾ വള്ളത്തിൻ്റെ അമരത്ത് കിടന്നുറങ്ങുകയാണ്. സീക്ക് ദൈ പീസ്, നിങ്ങളുടെ സമാധാനത്തിൻ്റെ ഇടം കണ്ടുപിടിക്കുക. രണ്ടാമത്, ഈ സമാധാനം സൂക്ഷിക്കാനായിട്ട് സാധിക്കുക. ഹാവ് എ മൊമെന്റ് ഓഫ് സെറീനിറ്റി. നേടിയെടുത്ത, കണ്ടുപിടിച്ച ഈ സമാധാനത്തിൻ്റെ ചൈതന്യത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുക. 3, സഭയെപ്പറ്റി ആണ് ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാറ്റിലും കോളിലും പ്രശ്നങ്ങളിലും പെട്ട് ആടിയുലയുന്ന സഭ, പത്രോസിൻ്റെ നൗകയാകുന്ന സഭ കാലദേശ സമയബന്ധിതമായ തിരമാലകളിൽപ്പെട്ട് ഉഴലുകയാണ്. മുന്നോട്ടുള്ളതിൻ്റെ പ്രയാണത്തിൽ എതിർപ്പ്, വിമർശനങ്ങൾ, തോൽവി, ഭയം, ഭിന്നതകൾ, ആക്രമണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ, ഭയം നമ്മെ പിടികൂടുമ്പോൾ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്, ഈ വള്ളത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യവും തിരിച്ചറിവും, ആ കർത്താവിനെ വിളിച്ചുണർത്താനുള്ള ജാഗ്രത, ഇത് നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. Whom do we turn to?
ഇൻ പ്രോബ്ലംസ്, ഇൻ അവർ ഡിഫിക്കൽട്ടീസ്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സമാധാനമില്ലായ്മയുടെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ എവിടേക്കാണ് നാം തിരിയുന്നത്, ആരിലാണ് നാം അഭയപ്പെടേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സമാധാന രാജാവിലേക്കാകട്ടെ നമ്മുടെ ശ്രദ്ധ. സമാധാനം കണ്ടെത്താനും അത് അനുഭവിക്കാനും ആ സമാധാനം ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ശാശ്വത സമാധാനത്തിൻ്റെ കേദാരമായി മാർ ഇവാനിയോസ് തിരുമേനി കണ്ടെത്തിയ പുനരൈക്യം അല്ലെങ്കിൽ സഭയ്ക്ക് ശുശ്രൂഷ, ഈ സമാധാന കാംക്ഷികൾക്ക്, അതിൻ്റെ പരിശ്രമങ്ങൾക്ക് നമുക്ക് ഉറച്ച കോട്ടയും അഭയവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാർ ഇവാനിയോസ് തിരുമേനിയുടെ മാധ്യസ്ഥം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.